ഒച്ച ഉണ്ടാക്കണ്ട. വരുന്ന ആൾക്ക് ഒച്ച എനിക്കൊന്നും ഇഷ്ടല്ലേ അത്രേ. സ്വപ്നത്തിലെ ആരാമത്തിൽ ഒരു മുട്ട് കരിഞ്ഞാൽ എന്റെ ഹൃദയത്തിൽ ചാമ്പൽ വീഴും. ഹരിദാസ്, കിഴക്കുംപാട്ട്. കുഞ്ഞുമാണോ, വേഗം ചായക്ക് വെള്ളം വെക്കൂ. പരീക്ഷ കഴിഞ്ഞിട്ട് നീ എന്താ ഇത്ര താമസേ? ചങ്ങാതിമാരൊക്കെ പല ദിവസം കെട്ടാണ് പിരിഞ്ഞത്. 4 ദിവസം വെറുതെ കൂടി, ഒരു രസത്തിന് വേണ്ടി. ഇനി എപ്പോഴാ അവരൊക്കെ കാണാൻ പറ്റുന്ന അറിയില്ലല്ലോ. ഞാൻ വിചാരിച്ചു ഹരിദാസിന് അപ്പമാവിന്റെ ഇടയ്ക്ക് സർക്കിട്ട് അടിക്കുകയാണോ. കത്തുണ്ടായിരുന്നു, സമയമുണ്ടല്ലോ, പിന്നെ എപ്പോഴെങ്കിലും പോകാം. പലഹാരം എടുക്കട്ടെ? പിന്നെ മതി. മീനാക്ഷി അമ്മയുടെ പോയി ആശ്രീകരം. മധുരമുണ്ട്. എന്താ? ചായക്ക്. മുരിങ്ങയുടെ ഇല കിട്ടിയോ? അത് അവന് ഇഷ്ട. പരിപ്പിട്ട് വെച്ചോളൂ. മത്തനും ചേന അവന് ഇഷ്ടമില്ല. പിന്നെ കുഞ്ഞുമാളു, പണി കഴിഞ്ഞ അവന്റെ മുഷിഞ്ഞതൊക്കെ ഒന്ന് തിരുമ്പിട്ടോളൂ. കോണിച്ചോട്ടിലുണ്ട്. മലരേ മാതള മലരേ, മദനൻ മധുപൻ മുരളീലോലൻ മധുരം നുകരാൻ വരവായി, നിന്നെ മാറോടു ചേർക്കാൻ വരവായി. മലരേ മാതള മലരേ, മലരേ മാതള മലരേ. ഒക്കെ ഒരു പുകയാണ് കുട്ടി, പുക, മറ, പുകമറ. ഭാഗത്തെ കാണാൻ പോകാറില്ലേ ആശാൻ? വേഗം വരുന്നുണ്ടോ അമ്മി? ഇവിടെ ഇരിക്കു കുട്ടി. ഏടത്തി പ്രസവിക്കാൻ വരുന്നുണ്ട് നാളെ. ഇത് 3ാമത്തെയാ. ഏടത്തിയും കുട്ടികളും ഏട്ടനും വന്നാ പിന്നെ വീട്ടുപണി എടുത്ത് എന്റെ എല്ലാം ഉള്ളും മുറുങ്ങും. കിഴക്കുംപാട്ട് പണി ജാസ്തിയുണ്ടോ? തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. വന്നവരുടെ ഹിതവും പ്രിയവും എന്താന്നറിയില്ല. ഏടത്തിക്ക് ഇക്കുറത്തെ പ്രസവം ഒത്തിരി ബുദ്ധിമുട്ടാവൂത്രേ. കുട്ടികൾ രണ്ടും എപ്പോഴും എന്റെ കൂടെ തന്നെ ആവും. എന്ത് വികൃതികളാശുണ്ടോ? ഏട്ടനാച്ചാൽ നാഴികയ്ക്ക് 40 വട്ടം എന്നെ വിളിക്കും. അമ്മണിക്കിപ്പോ ആലോചനയൊന്നും വരുന്നില്ലേ? അച്ഛനെ പിടിച്ചാൽ ജാതകം ചേരില്ല. ചേരുന്ന ജാതകത്തിന്റെ ആൾക്കാരെ ശരി ബോധിക്കൂല.
കുട്ടിശങ്കരന്മാന്റെ വർത്താനം എന്തൊക്കെയാ? വീട്ടിലിരിക്കില്ല, ചോറ് കിട്ടുന്നിടത്തൊക്കെ തെണ്ടി നടക്കുക തന്നെ. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്റെ ജോലി ശരിയായാൽ അമ്മ അങ്ങോട്ട് പോരും. അപ്പൊ ഇവിടെയാ? അച്ഛനായൊരു തോട്ടം നോക്കട്ടെ. അമ്മ ഇവിടെ തനിച്ച് നിന്നിട്ട് എന്താ കാര്യം? ഒരു സൂക്കട് എന്ന അടുത്തൊരു ഡോക്ടർ കൂടി ഇല്ല. വിളിച്ചാ കേക്കണടത്തല്ലേ അച്ഛനാര്? അമ്മ ഒരാൾക്ക് വേണ്ടി ഒരു പണിക്കാരി, ചെറുമി, ജോലിക്കാര്, വീട് പൂട്ടി പോന്ന പറമ്പെന്നുള്ള ആദായം മുഴുവൻ ലാഭ. കിടക്കൊക്കെ കൊടഞ്ഞു വിരിച്ചിട്ടില്ലേ? അമ്മ പോയി കിടന്നോളൂ. യാത്ര കഴിഞ്ഞതല്ലേ, നേരത്തെ ഉറങ്ങിക്കോ. ഭാഗവതരുടെ പാട്ട് ഇപ്പോഴും കേൾക്കുന്നുണ്ടല്ലോ. രാത്രി അതിന് ഉറക്കില്ല എന്നാ തോന്നണേ. നമ്മുടെ ദേശക്കാർക്കൊക്കെ സംഗീതത്തിൽ വലിയ താല്പര്യമായി കാണും അല്ലേ അമ്മേ? സംശയമുണ്ടോ? വടക്കേ ഇന്ത്യയിലും മറ്റും പോയി സംഗീതം പഠിച്ചു വന്ന ആളല്ലേ? നമ്മുടെ നാട് ഏതായാലും കൊള്ളാം. എന്റെ കൂട്ടുകാരോട് ഞാൻ പറയാറുണ്ട്, ആൽത്തറയിൽ നാണുവാശാന്റെ കവിത, പക്ഷവാതം ബാധിച്ച സുപ്പുക്കുട്ടി ഭാഗവതരുടെ സംഗീതം, വിചിത്ര കഥാപാത്രങ്ങൾ അല്ലേ അമ്മേ? ശരിയാ മോനെ, നിന്റെ അച്ഛനും പറയാറുണ്ടായിരുന്നു ഈ അമ്പലവട്ടത്തിന്റെ ഐശ്വര്യം ഒന്ന് വേറെ തന്നെയാണെന്ന്. മുത്തശ്ശി പറയായിരുന്നു. ഇവിടുത്തെ തേവരും മോശമില്ല അന്ന്. രാത്രി 3-4 സ്ഥലത്ത് സർക്കിട്ട് കഴിഞ്ഞ് രാവിലെയാണ് അത്ര എത്തുക. വേണ്ടാത്തോരൊന്നും പറയണ്ട. പെണ്ണ് വെള്ളം കൊണ്ടുവച്ചിട്ടില്ലേ? നേരത്തെ കിടന്നോ. കുഞ്ഞുമാളോ, ഒന്നുകൂടി കോണിയാറ്, എനിക്ക് വയ്യ. ഹരിദാസിന് മുകളിൽ ലോട്ടയിൽ വെള്ളം കൊണ്ടുവയ്ക്കണം കിട്ടോ. ചുക്കളല്ല, പച്ചവെള്ളം. പലഹാരത്തിന് അരി വെള്ളത്തിലിട്ടോ കുഞ്ഞുമാളു? അവൻ ഉറങ്ങിയോ? വെളിച്ചുണ്ടെന്നാ തോന്നണേ. പരീക്ഷ കഴിഞ്ഞാലും പിന്നെന്തിനാ വായിക്കണേ? അവന് കണ്ണ് കണ്ടത് കുത്തി കുറിക്കുക, വായിക്കുക, അല്ലാണ്ട് വേറെ പണിയുണ്ടോ? പാവം.